കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള ബ്രിട്ടീഷുകാരിൽ 5-ൽ ജനാധിപത്യത്തേക്കാൾ തിരഞ്ഞെടുക്കപ്പെടാത്ത നേതാക്കളെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് സർവേ കണ്ടെത്തി. ജെൻസി ആൻഡ് മില്ലേനിയൽ ബ്രിട്ടീഷ് യുവാക്കൾ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചവരേക്കാൾ ശക്തരായ നേതാക്കളെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും കൂടാതെ വോട്ടർമാർ മൊത്തത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നിരാശരായതായും റിപ്പോർട്ട് കണ്ടെത്തി. FGS ഗ്ലോബൽ റഡാർ റിപ്പോർട്ടിന്റെ ഭാഗമായി അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായി 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരിൽ 21% ആളുകളും തിരഞ്ഞെടുപ്പുകളില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ശക്തരായ നേതാക്കളെയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. 55 വയസ്സിന് മുകളിലുള്ളവരിൽ 8% ആളുകൾ മാത്രമാണ് ജനാധിപത്യത്തേക്കാൾ ആ സമ്പ്രദായത്തെ ഇഷ്ടപ്പെടുന്നത്. 45 വയസ്സിൽ താഴെയുള്ളവരിൽ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ട്രംപിനെ പോലെയുള്ള ജനപ്രിയ നേതാക്കളെ ബാലറ്റ് ബോക്സിലൂടെ തിരഞ്ഞെടുക്കുകയും ശതകോടീശ്വരൻ എലോൺ മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്റെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പൊതുമേഖലയെ നവീകരിക്കാൻ സഹായിക്കുന്നതിന് ട്രംപ് നിയോഗിച്ച ഇലോൺ മസ്ക് അടുത്ത UK പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് UK സഖ്യകക്ഷികളുമായി സ്വകാര്യമായി ചർച്ച നടത്തിയതായി FT റിപ്പോർട്ട് ചെയ്തു. NHS ഹോസ്പിറ്റലുകൾ എമർജൻസി കെയറിൽ സമ്മർദ്ദം നേരിടുന്നതിനാൽ കോറിഡോർ നഴ്സസിനായി ജോലി പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. NHSകൾ ശൈത്യകാല പ്രതിസന്ധിയുമായി പോരാടുമ്പോഴാണ് പുതിയ പരസ്യങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസയും മറ്റ് കാലാനുസൃതമായ അസുഖങ്ങളും വർദ്ധിക്കുന്നതിനിടയിൽ ആരോഗ്യ സേവനം വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവുമായി ഈ ശൈത്യകാലത്ത് പോരാടുന്നതിനാൽ ആശുപത്രികളിൽ ബെഡുകളുടെ എണ്ണം കുറവാണ്. മുറികളിൽ സ്ഥലമില്ലാതെ രോഗികളെ കോറിഡോറിൽ കിടത്തേണ്ട ഗതികേടിലാണ് ചില ആശുപത്രികൾ. ഇപ്പോൾ നോർത്ത് ലണ്ടനിലെ ആർക്ക്വേയിലുള്ള വിറ്റിംഗ്ടൺ ഹോസ്പിറ്റലിൽ നഴ്സുമാർ 12 മണിക്കൂർ കോറിഡോർ കെയർ ഷിഫ്റ്റുകൾ എടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്തതായി ദി സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തണുത്ത കാലാവസ്ഥ, ശ്വാസകോശ സംബന്ധമായ അവസ്ഥകൾ, ഇൻഫ്ലുവൻസ, COVID-19, നോറോ വൈറസ് എന്നിവയുടെ വ്യാപനം മൂലം നിരവധി സേവനങ്ങൾ ബുദ്ധിമുട്ടുന്നതിനാൽ UKയിലെ നിരവധി ആശുപത്രികളിൽ ഒന്നിലധികം എമർജൻസി ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. പ്ലിമൗത്ത്, ഹാംഷെയർ, ബെർമിഹാം, മേഴ്സിസൈഡ് എന്നിവിടങ്ങളിലെ പല ഹോസ്പിറ്റലുകളിലും രോഗികളെ കാണാൻ 50 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ലോസ് ആഞ്ചലസ് കാട്ടുതീയെന്ന് ലോസ് ആഞ്ചലസ് ഗവർണർ. വരും ദിവസങ്ങളിൽ കാറ്റിന്റെ ഗതി കൂടുന്നതിനാൽ കാട്ടുതീ വീണ്ടും വർദ്ധിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിയമരുകയും 16 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത കാട്ടുതീ 4 ദിവസം പിന്നിട്ടിട്ടും നിയന്ത്രിക്കാനായിട്ടില്ല. $5,000 കോടി സാമ്പത്തിക നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വൻ ബാധ്യത എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇൻഷുറൻസ് കമ്പനികൾ. തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകാമെന്നും ഭവന വായ്പ തിരിച്ചടവിന് സാവകാശം നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. എമർജൻസി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന നഴ്സിന് കുത്തേറ്റു. മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡാം ഹോസ്പിറ്റലിലെ A&E ഡിപ്പാർട്ട്മെന്റിൽ ശനിയാഴ്ച രാത്രി 11:30 നടന്ന ആക്രമണത്തിൽ 50 വയസ്സ് പ്രായമുള്ള നഴ്സിന് ഗുരുതരമായി പരിക്കേറ്റു. കൊലപാതകിയെന്ന് സംശയിക്കുന്ന 37-കാരനായ ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു. നഴ്സുമാർക്ക് ആക്രമണത്തെ ഭയപ്പെടാതെ രോഗികളെ പരിചരിക്കാൻ കഴിയണമെന്നും റോയൽ ഓൾഡാം ഹോസ്പിറ്റലിലെ ഈ ഭീകരമായ ആക്രമണത്തെ തുടർന്ന് എന്റെ ചിന്തകൾ നഴ്സിനും അവളുടെ പ്രിയപ്പെട്ടവർക്കുമൊപ്പമാണെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റി എക്സിൽ കുറിച്ചു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെ US-ന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സംഭവം വൻ വിവാദമായി. കാനഡയെ US-ന്റെ ഭാഗമാക്കുന്നതിന് സാമ്പത്തിക ശക്തി ഉപയോഗിക്കണമെന്ന് ട്രംപ് മുൻപ് നിർദ്ദേശിച്ചതും വലിയ വിവാദമായിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയെ സ്ഥാനമൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കടുത്ത രീതിയിൽ അപലപിക്കുകയും ചെയ്തിരുന്നു. കാനഡയെ US-ലേക്ക് കൂട്ടിച്ചേർക്കുന്നതോടെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുമെന്നാണ് ട്രംപിന്റെ വാദം. കാനഡയെ സംരക്ഷിക്കുന്നതിൽ US വഹിക്കുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ട്രംപ് പ്രസംഗിക്കുന്നുണ്ട്. കാനഡയെ US ഇനി സാമ്പത്തികമായി പിന്തുണയ്ക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എനിക്ക് കനേഡിയൻ ജനതയെ ഇഷ്ടമാണ്, അവർ മികച്ചവരാണ്, പക്ഷേ അത് സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിവർഷം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. കാറുകളും തടിയും ഉൾപ്പെടെയുള്ള കാനഡയുടെ വ്യാപാരത്തെ US ഇനി ആശ്രയിക്കരുതെന്നും ട്രംപ് വാദിക്കുന്നു. ഇതിനു മറുപടിയായി കഴിഞ്ഞ ദിവസം ട്രൂഡോ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ നിരസിച്ച് രംഗത്ത് വന്നിരുന്നു.
ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പ്രൗഢഗംഭീരമായ മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു. ഇന്നലെ മാഞ്ചസ്റ്ററിലെ ജെയിൻ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന മഹോത്സവത്തിൽ 800-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശ്രീകാന്ത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഗണപതി പൂജ, വിളക്കുപൂജ, 18 പടിപൂജ, അർച്ചന, ദീപാരാധന, ഹരിവരാസനം, തുടർന്ന് മഹാഅന്നദാനവും ഉണ്ടായിരുന്നു. കുടുംബാർച്ചന നടത്താനുള്ള സൗകര്യവും ഒപ്പം അയ്യൻ്റെ 18-ാം പടിക്ക് താഴെ പറന്നിറക്കാനുള്ള സൗകര്യവും ഭക്തജനങ്ങളെ ആകർഷിച്ചു. തത്വമസി ഭജന സംഘം ഒരുക്കിയ ചിന്തുപാട്ടും സൽത്താര ഡാൻസ് വേൾഡ് അവതരിപ്പിച്ച മനോഹര ഭക്തി നൃത്തവും മഹോത്സവത്തെ ഭക്തിസാന്ദ്രമാക്കി. ഭഗവാന് നിവേദിച്ച മലപ്രസാദം, അരവണ പായസം, ഉണ്ണിയപ്പം എന്നിവയടങ്ങിയ പ്രസാദ കിറ്റ് പ്രസാദ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.